കായംകുളം മണ്ഡലം ദീനദയാൽ ഉപാധ്യായ മഹാഅഭിയാൻ പഠനശിബിരം സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് ഭരണമാറ്റമല്ല, സ്ഥാനമാനങ്ങൾ വെച്ചുമാറുക മാത്രമാണ് നടന്നിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവായിരുന്നയാൾ മുഖ്യമന്ത്രിയാകുകയും മുഖ്യമന്ത്രിയായിരുന്നയാൾ പ്രതിപക്ഷ നേതാവാകുകയും ചെയ്തതല്ലാതെ ഭരണനയ കാര്യങ്ങളിൽ ഒരു മാറ്റവും വരുത്താതെ LDF സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന UDF സർക്കാരിനെയാണ് VD സതീശൻ നയിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ പോലെ ഇരുകൂട്ടരെയും തൂത്തെറിഞ്ഞ് BJPയെ സ്വീകരിക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും കായംകുളം മണ്ഡലം ദീനദയാൽ ഉപാധ്യായ മഹാഅഭിയാൻ പഠനശിബിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. 20-ാം നൂറ്റാണ്ടിന്റെ പ്രഭാതത്തിൽ വിരിയുകയും അതേ നൂറ്റാണ്ടിന്റെ സായാഹ്നത്തിൽ വാടിക്കരിയുകയും ചെയ്ത ചുവന്ന പുഷ്പമാണ് കമ്മ്യൂണിസം എന്ന് ഇന്ത്യന്റെ ചരിത്രം എഴുതുന്ന നാളെയുടെ ചരിത്രകാരന്മാർ ആലങ്കാരികമായ ഭാഷയിൽ സൂചിപ്പിക്കും. പണ്ട് ചോ രാമസ്വാമി എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തകനുണ്ടായിരുന്നു. പലർക്കും അറിയായിരിക്കും. അയാളുടെ പ്രത്യേകത എന്താണെന്നറിയോ? അയാൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയാൽ കമ്മ്യൂണിസത്തെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് 2 ചീത്ത പറയണം. എന്നാലേ അയാൾക്ക് ആ പരിപാടി അയാൾ മുഴുവിപ്പിക്കും. ഏത് പരിപാടി പോയാലും ചോ രാമസ്വാമി കമ്മ്യൂണിസത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ചും 2 തെറി പറയും. ഒരിക്കൽ ഒരു ദിവസം ഇദ്ദേഹം ചെന്നൈയിൽ വലിയൊരു പരിപാടി പങ്കെടുക്കുക. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രസംഗത്തിൽ ചോ രാമസ്വാമി കമ്മ്യൂണിസത്തെക്കുറിച്ച് നല്ല 2 വാക്ക് പറഞ്ഞു. ആളുകൾക്കൊക്കെ അത്ഭുതം, മാധ്യമങ്ങൾക്കൊക്കെ അത്ഭുതം. ചോ രാമസ്വാമിക്ക് എന്തു പറ്റി? ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും നിശിതമായി വിമർശിക്കുന്ന ചോ രാമസ്വാമി കമ്മ്യൂണിസത്തിന് അനുകൂലമായി സംസാരിക്കുന്നു. എല്ലാവർക്കും അത്ഭുതം. ചോ രാമസ്വാമി കമ്മ്യൂണിസ്റ്റായോ? പരിപാടി കഴിഞ്ഞ് പത്രക്കാരും അദ്ദേഹത്തെ അറിയുന്ന എല്ലാവരും വളഞ്ഞു വെച്ചു. എന്താ, അങ്ങയ്ക്ക് എന്ത് പറ്റി? അങ്ങയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നല്ലോ, അങ്ങ് കമ്മ്യൂണിസ്റ്റായോ? ആ സമയത്ത് ചോ രാമസ്വാമി പറഞ്ഞ മറുപടി ഇതാ: ഞാൻ ഭാരതീയ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആർക്കെതിരായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം, എന്തും പറയാം. പക്ഷേ ഒരാൾ മരിച്ചു പോയാൽ അയാൾ എത്ര ക്രൂരനായാലും 2 നല്ല വാക്ക് പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ കമ്മ്യൂണിസത്തെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ മുഴുവനെ എതിർത്താണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം കമ്മ്യൂണിസമില്ല, അത് മരിച്ചുപോയി. ആ മരിച്ച കമ്മ്യൂണിസത്തെക്കുറിച്ച് 2 വാക്ക് പറയുക എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ കമ്മ്യൂണിസം അകാലജനനം പ്രാപിച്ചു. വിലാപ യാത്രകളില്ലാതെ, അനുശോചന യോഗങ്ങളില്ലാതെ, റീത്ത് സമർപ്പണമില്ലാതെ ഈ ഭൂമുഖത്ത് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അന്ത്യകൂദാശ നടന്നു. ഇനി ആ കമ്മ്യൂണിസത്തെക്കുറിച്ച് പറഞ്ഞൊന്നും കാര്യമില്ല. പിണറായി വിജയനും MV ഗോവിന്ദ മാഷും ഉണ്ടാവും, അതിനപ്പുറത്ത് കമ്മ്യൂണിസം ഒന്നുമില്ല ഇവിടെ. മണ്ഡലം പ്രസിഡന്റ് R വിനോദ് അധ്യക്ഷത വഹിച്ചു. ശിബിരാധികാരി സജു കുരുവിള, അനിൽ വള്ളികുന്നം, കൃഷ്ണകുമാർ രാംദാസ്, പാലമുറ്റത്ത് വിജയകുമാർ, രമേശ് കൊച്ചുമുറി, സുനിത രാജു, ബിജു ആമ്പക്കാട്ട്, ബിപിൻ രാജ്, V കൃഷ്ണകുമാർ, പുളിയറ വേണുഗോപാൽ, പ്രദീപ് കണ്ടല്ലൂർ, അഡ്വക്കേറ്റ് സജീവ് തവയ്ക്കൽ, സുനിൽ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.